ലതെന്ന് 5 മിനിറ്റ് നേരത്തെയാ. ഇങ്ങനെ സമയം തെറ്റിച്ച ഞാൻ കുഴയും. ആരെങ്കിലും കാണും. ഞാനേ കുറച്ച് മുന്നിൽ പോകാം. എന്നിട്ട് ആ പോസ്റ്റിനടുത്ത് ലെറ്റർ ഇടാം. ലതെടുത്താ മതി. അയ്യോ വേണ്ട. ഇങ്ങനെ പേടിച്ചാൽ എങ്ങനെയാ? രാത്രി മുഴുവൻ ഓർക്കൊളിച്ച് എഴുതിയ കത്താ. ആരെങ്കിലും കാണുന്നെങ്കിൽ അങ്ങോട്ട് കാണട്ടെ. റോട്ടിൽ നോക്കി ഓരോന്ന് പെറുക്കി കൂട്ടുമേ. നാരായണേട്ടൻ കിട്ടാ? നാരായണേട്ടൻ ദുബായിലേക്ക് ഡെയിലി കാലത്ത് അങ്ങോട്ടല്ലേ പോകല്. ഇന്ന് ഞാൻ പോട്ടെ. അല്ല, ഞാൻ ശരിക്കും അന്വേഷിച്ചു. ജഡ്ജസ് ആയിട്ട് 4 പേരെയാണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. ശങ്കരൻ ഭാഗവതര്, റിട്ടയർഡ് AEO KN കുറുപ്പ്. ബാക്കി 2 ആളെ പിടിയില്ല. കുഴപ്പമില്ല, ഈ 2 ആളെ വീഴ്ത്താനുള്ള വഴി എന്താണെന്ന് ആലോചിക്കും. ഒരു ദിവസം കിട്ടട്ടെ. കുട്ടി നന്നായിട്ട് പാടുന്നുണ്ട്. സമ്മാനം കിട്ടാൻ സാധ്യതയുണ്ട്. ഈ വളഞ്ഞ വഴി വേണോ? വേണം. ഇതാണ് നേരെയുള്ള വഴി ഇപ്പോഴത്തെ കാലത്ത്. മാഷ്, ആ ശങ്കരൻ ഭാഗവതരുടെയും കുറുപ്പിന്റെയും ദൗർബല്യങ്ങൾ എന്താണെന്ന് അറിഞ്ഞു വരിക. കാശാണെങ്കിൽ കാശ്, കുപ്പിയെങ്കിൽ കുപ്പി. എന്നാ പിന്നെ വേഗം ചെല്ലേ. നീ 10 ദിവസമല്ലേ. എന്നാ നാളെ കാണാം. കാണലല്ല, കാര്യം നടത്തലാണ് പ്രശ്നം. അച്ഛനുണ്ടോടി അകത്ത്? വന്നിട്ടില്ല. അപ്പൊ പിന്നെ കുഴപ്പമില്ല. വാ ശരി, അവിടെ ഇവരൊക്കെ ഓഡിയൻസ് ആയിട്ട് വന്നതാ. സഭാകമ്പം മാറിയാലേ ശരിക്കും പാടാൻ നോക്കൂ. ആ യൂത്ത് ഫെസ്റ്റിവൽ പാടാനുള്ള പാട്ടൊന്ന് പാടിക്കേ. അയ്യോ, അത് ഞാൻ പാടേ. കാശ് എത്ര ചെലവാക്കാന്നറിയോ? പിന്നെ പാടിയ പോരെ? പോരാ, ഞാൻ പറഞ്ഞില്ലേ സഭാകമ്പം മാറിയിട്ടില്ല. പാടിക്കേ. പാടിക്ക കുട്ടി, ഞങ്ങളൊക്കെ ഇല്ല ഇവിടെ. എന്തിന് കൂടെ പാടാനോ? നീ ഇപ്പൊ സ്റ്റേജിലാ, ഞങ്ങളൊക്കെ ഓഡിയൻസും. തുടങ്ങിക്കോ. എന്തായാലും പാടാതെ വിടുന്ന പ്രശ്നമില്ല. അപ്പൊ പിന്നെ എത്രയും വേഗം പാടുന്നത് നല്ലത്. വലിയേട്ടനില്ല, വർക്ക്ഷോപ്പിൽ പോയി. അഥവാ ഉണ്ടെങ്കിൽ തന്നെ ഇവിടെ വെച്ച് റിപ്പയർ ഒന്നും ചെയ്യാറില്ല. ചെക്കൻ ഒരു തടി വെച്ച് കണ്ടില്ലേ? രാജുവാണല്ലേ? അതെ. നമ്മൾ കാണുമ്പോ ഒരു പൊടിക്കുപ്പിയുടെ എത്ര ഉണ്ടായിരുന്നുള്ളൂ. നിന്നിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞില്ലേ? നിന്നിട്ട് കാര്യമില്ലെങ്കിൽ ഞങ്ങൾ അല്പം ഇരിക്കാം. ഇരിക്കണ്ട, ഞാൻ ഒരു കിടക്ക കൊണ്ടുവരാം. അല്പം കിടക്കാം. ആ എന്നാ കിടക്കൊണ്ടുവാ. കിടക്കൊണ്ടുവാ. എന്തോ നാടായത്? അല്ല, ഇത് ആരൊക്കെയത്? രാമേന്ദ്ര, ഒരാഴ്ചയായി കാക്ക വിരുന്ന് വിളിക്കാൻ തുടങ്ങിയിട്ട്. പക്ഷെ നിങ്ങൾ എല്ലാരും കൂടെ ഒന്നിച്ചു വരുന്നത് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ശാരദ വിചാരിതാ? അയ്യോ, എന്റെ അശ്വതി മോളല്ലേ? മോക്ക് ഓർമ്മയുണ്ട് എന്നെ? അതെ, ചേച്ചിയുടെ ഇളയത്ത് വലിയ മോശമില്ല കേട്ടോ. എന്തുണ്ടായി? അല്ല ഒന്നുമില്ല. അവൻ മഹാ താണ്ടോന്നിയാ. നീ എന്ത് വഴിയാണ് ഒപ്പിച്ചത്? ഇത് ആരൊക്കെയാണെന്ന് മനസ്സിലായോ? നിന്റെ കുഞ്ഞമ്മാവൻ, അമേരിക്കയിലെ രാമേന്ദ്രൻ. ലവേ, ലവേ, ആ നീ വാ. ദേ, നിന്റെ കുഞ്ഞമ്മാവൻ വന്നിരിക്കുന്നു. എന്ത് മനുഷ്യനാണോ താൻ? ഞങ്ങളൊക്കെ ചത്തോ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് അറിയാൻ വേണ്ടിട്ടെങ്കിലും ഒന്ന് ഇവിടം വരെ വന്നിട്ട് പോകരുതോ? എന്റെ മേൽവിലാസം ഉണ്ടായിരുന്നല്ലോ. കുമാരേട്ടന് കത്തയക്കാൻ പാടില്ലേ? അതീ പറഞ്ഞ പോലെ ഞാനിപ്പോ ഈ ക്ഷേത്ര കമ്മിറ്റിയുടെ പ്രസിഡന്റാ. നിന്ന് തിരിയാൻ സമയമില്ല. അതുള്ളതാ. ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റിന് അമേരിക്കൻ പ്രസിഡന്റിനേക്കാൾ തിരക്കാം. എടാ, ആ കാറ് തുറന്ന് കുഞ്ഞമ്മാവന്റെ പെട്ടിയും സാധനങ്ങളും ഇനി എടുത്തോണ്ടോ? പറ്റില്ല. പറ്റില്ലെന്നോ? ലോഡ് ഇറക്കാനുള്ള അവകാശം ഈ ലോകത്ത് യൂണിയൻകാർക്ക് മാത്രമേ ഉള്ളൂ. ഞാൻ ഇറക്കിയെന്ന് അവരറിഞ്ഞാൽ പ്രശ്നമാവും. നേതാവാ, രാഷ്ട്രീയ പ്രബുദ്ധനാ. ആ, നീ ചായക്ക് വെള്ളം വെക്ക്. ശാരദ ഇരിക്ക്. അശ്വതി ഇപ്പോഴും ഊട്ടി തന്നെയാണോ പഠിക്കുന്നത്? അവളെ ഊട്ടിൽ നിന്നൊക്കെ വിട്ടു. കുറച്ചു നാളായിട്ട് അവളിവിടെ അടുത്തുള്ള കോളേജിൽ തന്നെ ഉണ്ട്. ഇവിടെ അടുത്തോ? ആ, ഇവിടെ അടുത്തുള്ള ക്രിസ്ത്യൻ കോളേജ് ഇല്ലേ, അവിടെ. ഞങ്ങൾ എപ്പോഴും അവൾക്ക് കത്ത് എഴുതാറുണ്ട്, ചേച്ചി ഒന്ന് കാണാൻ. എന്ത് കാര്യം അനുസരിക്കണ്ടേ?
എന്തൊരു കഥയാ ഈശ്വര ഇതൊക്കെ. ആ അവളെ കുറ്റം പറഞ്ഞിട്ടെന്താ? നിങ്ങൾ രണ്ടാളും നാട്ടിൽ വരുമ്പോഴൊന്നും ഇവിടെ വരാറില്ലല്ലോ. 9 കൊല്ലത്തിനിടയില് ആകെ 3 തവണയാ വന്നത്. അശ്വതി ഊട്ടിയിലായിരുന്നതുകൊണ്ട് ഞങ്ങൾ അവിടെ ഏതെങ്കിലും ഹോട്ടലിൽ മുറിയെടുത്ത് താമസിക്കുക പതിവ്. ആകെ 10-15 ദിവസം ഉണ്ടാവുക. അശ്വതി ഇപ്പോ ഏത് ക്ലാസ്സിലാ? BSc ഫസ്റ്റ് ഇയർ. എന്താ അവൾക്ക് ഒരു മനുഷ്യ പറ്റില്ലാത്തത്? അങ്ങനെ അവളുടെ പ്രകൃതം. ലതേ, ഒരു പ്രായം കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളെ അമേരിക്കയിൽ നിർത്താൻ കൊള്ളില്ല, പ്രത്യേകിച്ചും പെൺകുട്ടികളെ. നമ്മളൊക്കെ വളർന്ന ചുറ്റുപാടും ഒന്ന് വേറെയാണല്ലോ. ഇല്ല, ഇനി അധികമില്ല. 1-2 കൊല്ലത്തിനകം ഞങ്ങൾ അവിടം വിട്ട് പോരുക. തറവാടും നാട്ടിലില്ലാതെ കിടക്കുകയല്ലേ. ഒക്കെ ഒന്ന് ശരിയാക്കി ബാക്കിയുള്ള കാലം സ്വസ്ഥമായി കഴിയണമെന്നുണ്ട്. സത്യം പറഞ്ഞാൽ എന്റെയും ആഗ്രഹം അതാ രാമേന്ദ്ര. പക്ഷേ കമ്മിറ്റിക്കാർ സമ്മതിക്കണ്ടേ? ഞാനില്ലാതെ ഒരു തീരുമാനം അവരെടുക്കില്ല. ഇപ്പൊ തന്നെ തെക്കേനട മാറ്റിക്കെട്ടാനുള്ള ശ്രമദാനം നടക്കുക. ദൈവത്തിന്റെ കാര്യമല്ലേ രാമേന്ദ്ര, ഒഴിഞ്ഞു മാറുന്നത് ശരിയാണോ? അതെ അതെ, 1927 കേട്ടോ, 27 മഹാത്മാഗാന്ധി ചോറ്റാനിക്ക് വന്നപ്പോ പറഞ്ഞ എന്താണെന്നറിയാമോ? എനിക്കൊന്ന് കുളിച്ചാൽ കൊള്ളാവുന്നുണ്ട്. അതല്ല, ഞാൻ പറയാം. വക്കൽ സത്യാഗ്രഹത്തിന് വക്കത്ത് വന്നപ്പോ പറഞ്ഞതല്ല. ശരീരം മുഴുവൻ വേർപ്പാ. എന്നാ പോയി കുളിച്ചിട്ട് വരും. ആ പറയേ പറയേ. അതുകൊണ്ട് ഫിലിപ്പ് സാറിന്റെ മോളാണോ? ഫിലിപ്പ് സാർ ഒരു 74 മോഡൽ അംബാസിഡർ വാങ്ങാൻ പോണ കാര്യം എന്നോട് പറഞ്ഞിരുന്നു. സാറകത്തുണ്ടോ? എനിക്കറിയില്ല. അപ്പൊ പിന്നെ അല്ല, എനിക്ക് മനസ്സിലായില്ല. എനിക്ക് മനസ്സിലായി. അതൊരു അത്ഭുതമില്ല. ഞാൻ അഭിനയിച്ച ഏതെങ്കിലും നാടകം കണ്ടാണോ അല്ലേ? ഞങ്ങളുടെ ക്ലബിന്റെ മഴക്കാലമേഘം എന്ന് പറഞ്ഞ നാടകത്തിൽ ഞാനായിരുന്നു ജോണിക്കുട്ടി. പക്ഷെ അന്ന് എനിക്ക് താടി ഉണ്ടായിരുന്നല്ലോ. അപ്പൊ കുട്ടി ഫിലിപ്പ് സാറിന്റെ മോള് തന്നെയല്ലേ? സാറെവിടെ? ആ ശ്രീധര. അല്ല, ഇതാര് കുഞ്ഞമ്മാവനോ? ഇത് എപ്പോഴാ വന്നേ? അതൊക്കെ വന്നടൂ. ഇതാരാണെന്ന് മനസ്സിലായോ നിനക്ക്? അശ്വതി അല്ലേ? ഈശ്വര, എന്തൊക്കെ വിഡ്ഢിത്തരങ്ങളാ ഞാൻ വിളിച്ചു പറഞ്ഞേ. അശ്വതി എനിക്ക് തീരെ മനസ്സിലായില്ല കേട്ടോ. അമ്മ വന്നില്ലേ? എല്ലാരും ഉണ്ട്. എന്താ അശ്വതി മറന്നോ? ഞാൻ നിന്റെ ശ്രീധരേട്ടനാ. അറിയാം. എന്നിട്ട് മനസ്സിലാത്തോണ്ട് നിൽക്ക. വളർന്ന വലിയ ആളാണെന്ന് ഞാൻ നോക്കൂല, ആളെ കിഴിക്കാൻ പറ്റും. ആ ചായ എടുത്ത് വെച്ചിട്ടുണ്ട്. രാമേന്ദ്ര, ഇവക്ക് എന്ത് പറ്റി കുഞ്ഞമ്മാവ? അമ്മയെ കണ്ടിട്ട് ഒരുപാട് നാളായില്ലേ. പരിചയക്കുറവുണ്ടാ. പിന്നെ കുട്ടിയൊന്നും അല്ലല്ലോ. പഴയതുപോലെ സംസാരിക്കുന്ന പ്രകൃതമൊക്കെ അങ്ങ് മാറിപ്പോയി. വാ കാപ്പി കുടിക്കാം. കിടക്കാറായോ? ഇല്ല. തനിച്ചിടുന്ന പേടിയാവോ? അമ്മ പറഞ്ഞു എന്നോട് കൂട്ടുകിടക്കാൻ. വേണ്ട. ഇടയ്ക്ക് ഉണർന്ന് വെള്ളം കുടിക്കുന്ന പതിവുണ്ടോ? എത്ര കൊല്ലം പഠിച്ചു ഊട്ടിയില്? ചേച്ചിയോട് ചോദിച്ചത്. കുറെ കൊല്ലം പഠിച്ചു. നല്ല തണുപ്പാ അവിടെ അല്ലേ? കുടിക്കാൻ വെച്ച വെള്ളമൊക്കെ രാവിലെ ആകുമ്പോ ഐസായി പോകുമെന്ന് ബാബു എപ്പോഴും പറഞ്ഞത് ഓർമ്മയുണ്ട്. ബാബു അടുത്ത വീട്ടിലെ കോൺട്രാക്ടറുടെ മകനാട്ടോ. എന്നോടല്ല, അമ്മയോട് പറയുമ്പോ ഞാൻ കേട്ടതാ. ചേച്ചിയുടെ കോളേജിന്റെ പേരെന്താ? സെന്റ് ആൽബർട്ട്സ്. ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ചാ? അല്ല, വേറെ വേറെ ബെഞ്ചിലാ. അയ്യോ അതല്ല, ഞാൻ എന്തിനാണ് ശല്യപ്പെടുന്നത്? ഇവള് ശുദ്ധ മണ്ടത്തരമൊക്കെ പറയും കേട്ടോ. അതൊന്നും കാര്യാക്കണ്ട. ഞാൻ വിശേഷങ്ങൾ ചോദിക്കുകയായിരുന്നു. വേണ്ട, അവള് നിന്നെ പോലെ വെറും 10ാം ക്ലാസ് അല്ല, ഗ്രാജുവേറ്റിന് പഠിക്കുന്ന കുട്ടിയാ. കണ്ടില്ലേ വായിക്കുന്നത്? നല്ല തടിയുള്ള ഒരു അശ്വതിയായിരുന്നു എന്റെ മനസ്സിൽ. ഇപ്പൊ വല്ലാതെ മെലിഞ്ഞു പോയിട്ടോ. ഹോസ്റ്റലിൽ ഭക്ഷണമൊന്നും ശരിക്കും കിട്ടില്ലേ? എനിക്ക് ഉറക്കം വരുന്നു. ഉറങ്ങിക്കോളൂ. പൊടി പൊടി. ചാത്തോത്ത് പറയല് വെള്ളച്ചാട്ടം കണ്ടിട്ട് അശ്വതി പേടിച്ച് നിലവിളിച്ചതൊക്കെ ഇപ്പൊ ഓർമ്മ ഉണ്ടോ? അന്ന് അശ്വതിക്ക് ഒരു 10 വയസ്സുണ്ടാവും ഇല്ലേ? നല്ല തടി ഉണ്ടായിരുന്നു. പൊടി പൊടി. ചേച്ചി ഉറങ്ങിക്കോട്ടെ, ശല്യപ്പെടുത്തണ്ട. കുഞ്ഞമ്മ ഉറങ്ങിയമ്മേ? നിന്റെ അച്ഛൻ വിട്ടിട്ട് വേണ്ടേ? അമേരിക്കയിൽ ഒരു ശിവക്ഷേത്രം പണിയാൻ
രാമേന്ദ്രൻ ഉപദേശിച്ചോണ്ടിരിക്കുക. വന്നപ്പോ തൊട്ട് കൊല്ലാൻ തുടങ്ങിയതാ. ആ ഇതരാ ഒരു കാര്യം. എടീ നീ ഇതൊക്കെ അകത്തോണ്ട് നോക്കിയേ. അച്ഛൻ അറിയണ്ട, നമ്മുടെ അശ്വതി കുട്ടി ഉണ്ടല്ലോ, അവള് കോളേജില് ഹോസ്റ്റലിൽ താമസിക്കായിരുന്നില്ലേ, അവിടെ നിന്ന് അവളെ പുറത്താക്കി പോലും. പുറത്താക്കിയോ? അച്ഛനെക്കേട് കാണിച്ചതിന് ആരും വകവയ്ക്കില്ല. അത്രേ വലിയ തന്നിഷ്ടക്കാരിയാ. 10 മണി കഴിഞ്ഞ് ലൈറ്റ് ഓഫ് ചെയ്യാൻ പറഞ്ഞാൽ കേൾക്കില്ല, ഓൺ ചെയ്യാൻ പറഞ്ഞാൽ ഓഫ് ചെയ്യും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ. എന്നിട്ട് തറവാട്ടിൽ ആരും ഇല്ലല്ലോ. BSc പൂർത്തിയാക്കാൻ ഇനി 1 കൊല്ലം കൂടിയുണ്ട്. അപ്പോഴേക്കും രാമേന്ദ്രനും ഭാര്യയും അമേരിക്കയിൽ നിന്ന് വിട്ടുപോരിക. അതുവരെ അശ്വതി കുട്ടിയോട് താമസിക്കട്ടെ എന്ന് ചോദിച്ചു. എന്നിട്ട് അമ്മ എന്ത് പറഞ്ഞു? വേണ്ടെന്ന് പറയാൻ പറ്റുമോ? നമ്മുടെ രക്തമല്ലേ. പിന്നെ ഹോസ്റ്റലെ പോലെ ഇവിടെയും പ്രശ്നം ഉണ്ടാക്കിയാൽ അതേ ഉള്ളു പേടി. നിന്റെ അച്ഛന്റെ സ്വഭാവം നിനക്ക് അറിയാലോ. അവള് ചെറിയ കുട്ടിയല്ലേ അമ്മേ, നമ്മുടെ കുട്ടിയല്ലേ. കുറച്ചൊക്കെ നമ്മളും സഹിച്ചല്ലേ പറ്റൂ. അച്ഛനെ ഞാൻ നിയന്ത്രിച്ചോളാം. എന്താ ഒരു ഗൂഢാലോചന അമ്മയും മോനും കൂടെ? എനിക്കെതിരായിട്ടായിരിക്കും. രാമേന്ദ്രന്റെ ജീവൻ പോയി കാണും. ഞാൻ വിചാരിച്ചു കുഞ്ഞമ്മാൻ എഴുന്നേറ്റുണ്ടാവില്ലെന്ന്. ഞാൻ 5:30 മണിക്ക് എഴുന്നേറ്റു. സ്ഥലമൊക്കെ ഒന്ന് ചുറ്റി കാണുകയായിരുന്നു. മറ്റിങ്ങ വല്ലാതെ വീഴുന്നുണ്ട്, വെള്ളം നനയ്ക്കണം. ആരും ഒന്നും ശ്രദ്ധിക്കാറില്ലല്ലേ? നേരം കിട്ടണ്ടേ കുഞ്ഞമ്മാവ. വർക്ക്ഷോപ്പ് കാര്യങ്ങള്, പിന്നെ അച്ഛൻ ഇവ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാറേ ഇല്ല. മൂപ്പര് വെളുപ്പിനെ വെച്ച് പോകുന്നുണ്ടു. വ്യായാമം പറ്റാണോ? ഏയ് അമ്പലം, ഫുൾ ടൈം അമ്പലത്തിലാ. അമ്മ പറഞ്ഞു രാത്രി മുഴുവൻ കുഞ്ഞമ്മാവനെ സംസാരിച്ച് കൊന്നു. രാത്രി മാത്രം വന്നപ്പോ തൊട്ട് കഴുത്തറപ്പായിരുന്നു. അമേരിക്കയിൽ ഇപ്പൊ ഡീസൽ എഞ്ചിൻ തീരെ ഇല്ലല്ലേ? കൂടുതലും പെട്രോളാ. ഫോർഡ് കമ്പനിക്കാർ പുതിയ വണ്ടി ഒന്നും ഇറക്കണല്ലേ? എനിക്കറിഞ്ഞൂടാ. ലെഫ്റ്റ് ഹാൻഡ് ഇവിടെ തീരെ പോണില്ല. ഈ റോൾസ് റോയ്സിന് ഇപ്പൊ എന്ത് വില ഉണ്ടാവും അമേരിക്കയില്? എന്റെ പൊന്നു ശ്രീധര, നിന്റെ അച്ഛനെ പോലെ നീയും തുടങ്ങല്ലേ. അല്ലാതെ ആ അത് പോട്ടെ. പാലിച്ചു വല്ലം പറഞ്ഞോ? എന്ത്? അശ്വതി താമസക്കാരല്ലേ, അത് പറഞ്ഞു. അനിപ്പ എന്താ പ്രശ്നം? അല്ല, ആരെയും വകവയ്ക്കാത്തൊരു പ്രകൃതക്കാരിയാ, അതുകൊണ്ടാണ് എനിക്ക് പേടി. ശരിക്കും അവളെ എന്തിനാ ഹോസ്റ്റലിൽ നിന്ന് പുറത്താക്കിയത്? ഇതേ സ്വഭാവം കൊണ്ട് തന്നെ. അനുസരണശീലമില്ല. ആ അവരുടെ ലോക്കൽ ഗാർഡിയനായി ശ്രീധരന്റെ പേരാ ഞാൻ കോളേജിൽ എഴുതി കൊടുത്തിരിക്കുന്നത്. ആയിക്കോട്ടെ. എല്ലാ കാര്യങ്ങളും ശ്രീധരൻ തന്നെ നോക്കണം. അതിപ്പോ എന്നോട് കുഞ്ഞുമാൻ പ്രത്യേകിച്ച് പറയണോ? ശ്രീധരനെ പറ്റി എനിക്കറിയാം. ഒരു ലോക്കൽ ഗാർഡിയന്റെ എല്ലാ അധികാരവും ശ്രീധരൻ ഉപയോഗിക്കണം. ഞാൻ ഏറ്റൂന്നേ. ഞാൻ ഒരുപാട് പരിഷ്കാരവും സംസ്കാരവും ജീവിത രീതിയും ഒക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്കിപ്പോഴും മണിയമ്പത്ത് തറവാട്ടിലെ ഒരു സാധാരണക്കാരന്റെ മനസ്സ് തന്നെയാ ഉള്ളത്. സ്വന്തവും ബന്ധവും തന്നെയാ എല്ലാറ്റിലും വലുത്. അതിനിപ്പോ എന്തുണ്ടായി കുഞ്ഞുമാ? ഇതൊക്കെ പറയാൻ പറ്റിയ സന്ദർഭം ഇത് തന്നെയാണോ എന്ന് എനിക്കറിയില്ല. എന്നാലും ഞാനെന്റെ ശ്രീധരനോടല്ലേ പറയുന്നത്. അശ്വതിയുടെ പഠിത്തമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ ഒരു ആഗ്രഹം പറയാൻ കേട്ടോ. ഏതായാലും അശ്വതി ശ്രീധരന്റെ മുറപ്പെണ്ണാണല്ലോ. അവളെ ശ്രീധരൻ തന്നെ കല്യാണം കഴിക്കുന്നതാണ് എനിക്കിഷ്ടം. ഹലോ, നവരങ്കോട്ടല്ലേ? ശ്രീധരനാണേ, പ്രോംപ്റ്റ് മോട്ടേഴ്സ്. അതിന് ഉച്ചക്ക് ഒരു 5-10 ബിരിയാണി വേണം, പാഴ്സല്. 5-10 എന്ന് പറഞ്ഞാൽ 50 അല്ലടോ, 10 എണ്ണം കൊടുത്താച്ചാ മതി. ശരി, ഓക്കെ. ഞാനാണയിട്ടാൽ അത് നടന്നു വിട്ടാൽ இந்த ஏழைகள் வேதனைப்படமாட்டார் அதருள்ளவரை ஒரு துன்பமில்லை இவர் கண்ணீர் கடலிலே விழமாட்டார் ഞാനാണയിട്ടാൽ അത് നടന്നു വിട്ടാൽ இந்த ஏழைகள் വേദനപ്പെടമാ. ഇനി എല്ലാവരും കുറച്ച് റെസ്റ്റ് എടുത്തോളൂ. ശ്രീധരന്റെ വർക്ക്ഷോപ്പിൽ അങ്ങനെ ആരും കഷ്ടപ്പെടാൻ പാടില്ല. ഉച്ചയ്ക്ക് എല്ലാവർക്കും നവരങ്കോട്ടിൽ നിന്ന് ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് നടന്നു വിട്ടാൽ എന്താ സിരട്ടാ പതിവില്ലാത്തൊരു ബിരിയാണിയും പാട്ടും ഒക്കെ? ഒന്നും മനസ്സിലാവുന്നില്ല. വല്ല ഡോക്ടർമാരെയും വിളിക്കണോ? പഴയ കാണിച്ചാ വന്നിട്ടോ? അത്രയ്ക്കൊന്നും ആയിട്ടുണ്ടോ തോന്നില്ല. വല്ല ലോട്ടറി ഒക്കെ അടിച്ചോ? നിങ്ങളാരും കണ്ണീർ കടലിലെ പടമാട്ടാർ ഞാനാണയിട്ടാൽ അത് നടന്നു വിട്ടാൽ. എന്നാലും ഒരാഴ്ച എനിക്ക് ഇവിടെ താമസിക്കാൻ പറ്റില്ലല്ലോ. എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനുണ്ടായിരുന്നു. അടുത്ത തവണ വരുമ്പോ ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട, 1 മാസം ഇവിടെ ഉണ്ടായിരിക്കും. നന്നായിരിക്കും. രാമേന്ദ്ര, ജീവന് കൊതിയുണ്ടെങ്കിൽ നീ ഇങ്ങോട്ട് വരരുത്. അപ്പൊ ഞങ്ങൾ പോയി വരട്ടെ ചേച്ചി. മറക്കാതെ കത്തയക്കണം. അപ്പൊ ശരി ചേച്ചി, വരട്ടെ മോളെ. ആ അവിടെ കുഞ്ഞമ്മ ഒരു മിനിറ്റ്.
കുഞ്ഞമ്മോൻ ശരിക്കും ആലോചിച്ചിട്ട് തന്നെയാണോ ഇന്നലെ ആ കാര്യം പറഞ്ഞത്? അതിലെന്താ ഇത്ര ആലോചിക്കാൻ? അല്ല, കുഞ്ഞമ്മോൻ അറിയാലോ, ഞാൻ വെറും 10ാം ക്ലാസ്സാ, വെറൊരു ഫിറ്റർ. അശ്വതിക്ക് വേറെ എത്ര? ശ്രീധര, മറ്റാർക്കും മണിയമ്പത്തെ ശ്രീധരനായാറൊക്കൂലല്ലോ. ആ, അതില്ല. എന്നാലും ഞങ്ങൾ തമ്മിൽ ഒരുപാട് പ്രായ വ്യത്യാസമില്ല കുഞ്ഞമ്മാവ. ഒനാസിസ് എന്നൊരു കോടീശ്വരനെ കുറിച്ച് നീ കേട്ടിട്ടുണ്ടോ? ഇല്ല. എന്നാ ഇപ്പൊ കേട്ടോളൂ. 60 വയസ്സുള്ളപ്പോഴാ അയാള് 30 തികയാത്ത ജാക്കുലിനെ കെട്ടിയത്. നിങ്ങൾ തമ്മിൽ അത്രയും വ്യത്യാസമൊന്നുമില്ല. ശരി, അത്രയൊന്നുമില്ല. എന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇപ്പൊ നീ അതൊന്നും ആലോചിക്കണ്ട. അവിടെ പഠിത്തമൊക്കെ ഒന്ന് കഴിയട്ടെ. അതെ, പഠിത്തം കഴിയട്ടെ. അമ്മയൊന്നും ഇപ്പൊ ഇത് അറിയണ്ട. ഇല്ലാന്നേ. പോവാൻ സമയായി. ആ ഉപ്പിലിട്ട കുപ്പിയൊക്കെ പൊട്ടാൻ നോക്കണേ. നമ്മുടെ ആ കോടിയർച്ചനയുടെ കാര്യം മറക്കണ്ട. പിന്നെ ശരിയപ്പോ ഇന്ന് കാണാം. അശ്വതി, എന്താ തനിച്ചിങ്ങനെ ആലോചിക്കുന്നേ? അച്ഛനെയും അമ്മയും പിരിഞ്ഞുള്ള വിഷമാവല്ലേ? വിഷമിക്കണ്ട, ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ. പണ്ട് മുതലേ കുഞ്ഞമ്മാവന് ശ്രീധരൻ എന്ന് വെച്ചാ വലിയ ഇഷ്ടാ, വലിയ വിശ്വാസാ. അല്ല, എനിക്ക് അങ്ങോട്ടും അങ്ങനെ തന്നെയാണേ. എന്റെ കാര്യങ്ങളൊന്നും അശ്വതിക്ക് അറിയില്ലല്ലോ. ഞാനിപ്പോ ഒരു വർക്ക്ഷോപ്പ് ഉണ്ടാ. പെട്രോൾ എങ്ങിന്റെ പണിയില് ഈ ശ്രീധരൻ തോൽപ്പിക്കാൻ ഈ ടൗണിൽ തൽക്കാലം ആരുമില്ല. എന്റെ വർക്ക്ഷോപ്പ് ഭയങ്കര ഫേമസാ. TVS വരെ കൈയൊഴിയുന്ന വണ്ടികള് അവസാനം എന്റെ അടുത്ത് എവിടെയാ? ഇവിടെ അച്ഛനും അമ്മയൊക്കെ കുറച്ച് പഴമക്കാരാ. പ്രായമായില്ലേ. നമ്മളെപ്പോലുള്ള പരിഷ്കാരമൊന്നും അവർക്ക് അറിയില്ലല്ലോ. എന്നാലും സ്നേഹമുള്ളവരാണ് കേട്ടോ. അപ്പോ ഞാൻ വർക്ക്ഷോപ്പിലേക്ക് പോട്ടെ. അശ്വതിക്ക് എന്തെങ്കിലും വാങ്ങിക്കാണ്ടേ പറയും. ഒട്ടും മടികാരിക്കണ്ട. പറഞ്ഞോളൂന്നേ, എന്താവശ്യമുണ്ടെങ്കിലും പറഞ്ഞോളൂ. തൽക്കാലം ഒരു ആവശ്യമില്ല. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. ഇഷ്ടമുള്ളത് പറഞ്ഞോളൂ. ഈ ശ്രീധരോട്ടോട് പറയാൻ അശ്വതി മടിക്കണ്ട. എനിക്കൊരു ആന വേണം. ഒരാന, പിന്നെ സ്വന്തമായിട്ട് ഓടിച്ചു പോകാൻ ഒരു പ്ലെയിൻ, സംസാരിച്ച് ബോറടിപ്പിക്കുന്നവരെ കൊല്ലാൻ ഒരു കൈത്തോക്ക്. എടാ, നീ ഇവിടെ എന്തെടുക്കുക? ഞാൻ അശ്വതിയെ കുറിച്ച് ഉപദേശിക്കാൻ കുഞ്ഞമ്മാവൻ എന്നെ പറഞ്ഞ് ഏൽപ്പിച്ചിരുന്നേ. ഉപദേശിക്കാനോ? ആ. നീയോ? അല്ല, അമ്മ എങ്ങോട്ടാ? അല്ല, അവൾ അവിടെ എന്ത് ചെയ്യാൻ നോക്കട്ടെ. അവൾ അവിടെ ഒന്നും ചെയ്യുന്നില്ല. അമ്മ ഇപ്പൊ അങ്ങോട്ട് പോകണ്ട. അച്ഛനും അമ്മയും പോയ വിഷമത്തിലിരിക്കാനേ. നമ്മളത് മനസ്സിലാക്കണ്ടേ? കുറച്ചു നേരം ഒറ്റയ്ക്കിരുന്ന ഒരു ആശ്വാസം കിട്ടും. എന്നാലേ ഞാൻ അവളൊന്ന് ആശ്വസിക്കും. അല്ല, അമ്മയൊന്നേ, അമ്മയൊന്നേ, ഞാൻ പറയുന്നേ. അമ്മ വന്നേ. എന്റെ കൈ ഇവിടെ. അമ്മ പോയിട്ട് കാപ്പി എടുത്ത് വെച്ച്. എനിക്ക് വർക്ക്ഷോപ്പിൽ 100 വട്ടം കാര്യങ്ങളുള്ളതാണെന്നേ. വർക്ക്ഷോപ്പിലോ? കുഞ്ഞുനാരായണൻ ചാവുന്ന കാപ്പി വയ്ക്കും. എന്തിന്? പുതുക്കോട്ട് പെണ്ണ് കാണാൻ പോകുന്ന കാര്യം നീ മറന്നുപോയോ? ഞാനങ്ങും പോകുന്നില്ല. ഇപ്പൊ അതിന്റെ ആവശ്യമില്ല. എന്നുവെച്ചാ? അത് എനിക്ക് ആ പെണ്ണിനെ വേണ്ടമ്മേ. എടാ, ആ പെണ്ണ് ഗ്രാജുവേറ്റാ. ഓ, പിന്നെ ഒരു ഗ്രാജുവേറ്റ്. അമ്മ കാപ്പി എടുത്ത് പോകുന്നുണ്ട്, എനിക്ക് പോണം.